അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഏതൊരു പുണ്യദിനവും ഏതൊരു നന്മയുടെ അവസരങ്ങൾ എപ്പോഴെല്ലാം വരുന്നുണ്ടോ അപ്പോഴെല്ലാം പിശാച് അത് നഷ്ടപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതിന് പൗരോഹിത്യത്തിൻ്റെതായ അകമ്പടിയാണ് കാര്യമായി ഏതൊരു അവസരത്തിലും കാണാറുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ഓൺലൈൻ മജ്ലിസുകളിലൂടെ ആശൂറ മജ്ലിസ് എന്ന പേര് വിളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ പുണ്യവും മഹത്വവും അറിയാൻ അല്ലെങ്കിൽ ലഭിക്കാൻ കിട്ടാൻ വേണ്ടി സദസ്സുകളിൽ ചെന്ന് അത് ആലോചിച്ച് അതിന്റെ കൂടെ ഇരുന്ന് നിൽക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ ചൊല്ലിപ്പിക്കുന്നതും പാടിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ദീനുമായി ബന്ധമില്ലാത്ത കാര്യം. എന്തുകൊണ്ട്? ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് മദീനയിൽ വരെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന മുഹറം 9-ന്റെയും 10-ന്റെയും സവിശേഷതകൾ ഉണ്ട്. എന്നല്ല അതെല്ലാം മറച്ചു വെച്ച് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് ആശൂറ മജ്ലിസുകൾ എന്ന പേരിൽ പുരോഹിതന്മാർ, അറിവുള്ളവരെന്ന് പറയുന്ന ബിരുദമുള്ളവരെന്ന് പറയുന്നവർ പോലും. എന്നിട്ട് ഈ ദിവസത്തിൽ നിങ്ങൾ ആശൂറ മജ്ലിസിന്റെ ഓൺലൈൻ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. 100-200 തവണ ചൊല്ലിക്കുന്ന സ്വലാത്ത് ഏതാ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. ഇസ്ലാം പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, സലഫുകളുടെ മാർഗമല്ലാത്ത, ജീവിതത്തിൽ മഹാരഥന്മാരായ ഉലമാക്കന്മാർ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലും പരിചയിച്ചിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള വാക്കുകളാണ്, സെന്റൻസുകളാണ് ജനങ്ങളെ പഠിപ്പിച്ച് ചൊല്ലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ചൊല്ലാൻ ജനങ്ങൾ സന്നദ്ധരാണ്, ചൊല്ലിപ്പിക്കുന്നത് ദീനിൽ ഇല്ലാത്തതാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, സ്മരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്മരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ് കൊണ്ടാണോ അൽഹംദുലില്ലാഹ് കൊണ്ടാണോ? അല്ല, ഈ പുരോഹിതന്മാര് പറയണം അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു ഹാലിരി അല്ലാഹു നാലിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഇത് ചൊല്ലാനാ, ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാനാ പറയുന്നത്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ എന്നൊക്കെ പറഞ്ഞ് ദീൻ പഠിപ്പിക്കാത്ത ദിക്റുകളും വാചകങ്ങളും കൊണ്ടെത്തി പാവപ്പെട്ട ജനങ്ങളോട് 100-200 തവണ ഇത് ചൊല്ലിപ്പിക്കുന്നു. ജനങ്ങൾ അത് ഏറ്റുപാടുന്നു. നിങ്ങൾക്ക് ഈ ആശൂറ ദിനത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടോ? നിങ്ങൾ 70 തവണ ഈ ആയത്തോതിയാൽ മതി എന്ന് പറഞ്ഞ് സൂറത്ത് യാസീനിലെ സുപരിചിതമായ ആയത്താണ് ജനങ്ങളോട് പറയുന്നത്. സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാവാനും എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും സൂറത്ത് യാസീനിലുള്ള സുന്ദരമായ ഈ ഒരു ആയത്ത് എല്ലാ സമയത്തും നമുക്ക് ഓതാൻ പറ്റിയാൽ വളരെ ഖൈറാണ്. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഇത് പറയാൻ പറ്റിയാൽ വളരെയധികം ഭാഗ്യവാന്മാർക്ക് ഇത് പറയാൻ പറ്റും. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആയത്തിന് ഒരു പ്രശ്നമില്ല, ആയത്തിന് മഹത്വല്ലേ? ആയത്തിന് മഹത്വമുണ്ട്. ഖുർആനിൽപ്പെട്ട എല്ലാ ആയത്തിനും ഫضലുണ്ട്. എന്നാൽ അത് ആശൂറായിൽ പ്രയാസം മാറാൻ 70 തവണ ചൊല്ലാൻ ആരാ തീരുമാനിക്കേണ്ടത്? ആരാ പഠിപ്പിക്കേണ്ടത്? വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു മുഹറം 10-ന്, ഏതെങ്കിലും ഒരു 9-ന് ഇത്തരം ഒരു കാര്യം പഠിപ്പിച്ചതായി രേഖകളിലുണ്ടോ? അത് കാണാനില്ല. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീന് അനുസരിച്ചായിരിക്കണം നമ്മുടെ സുഹൃതങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തിബാഇന്റെ മാർഗത്തിലായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്.